ഹായ് മക്കളെ, LDC പരീക്ഷ തിരുവനന്തപുരം ജില്ലയ്ക്ക് ഈ വരുന്ന 27-ാം തീയതിയാണ്. അപ്പോൾ പരീക്ഷയുടെ തൊട്ടടുത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരു ഫൈനൽ റൗണ്ട് PYQ ആണ് ഇപ്പോൾ നമുക്ക് LDC തിരുവനന്തപുരം ജില്ലയുടെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങോട്ട് പിന്നെ വരുന്ന ജില്ലകൾക്ക് കുറച്ചുകൂടി ടൈം കിട്ടും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് എന്താണ് പിന്നെ പരീക്ഷയുടെ ഒരു സൂചന എന്നൊക്കെ. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ആദ്യം എഴുതാൻ പോകുന്ന മക്കൾക്കായിട്ട് കുറച്ച് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് PYQസിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഞാൻ ഒട്ടും തന്നെ താമസിപ്പിക്കുന്നില്ല, സമയം ദീർഘിപ്പിക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10-20 PYQ ഫാക്ട്സ് ആണ് പറഞ്ഞു പോകുന്നത്. ആദ്യത്തെ ചോദ്യം നോക്കൂ. ഇതെല്ലാം തന്നെ ഡിഗ്രി നമ്മുടെ ഈ ഒരു LD ലെവൽ പരീക്ഷയുടെ PYQs ആണ്. ലെസ് മിസറബിൾസ് എന്ന വിശ്വപ്രസിദ്ധ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയുടെ പേരെന്താണ്? പാവങ്ങൾ, കുറ്റവും ശിക്ഷയും, നിന്ദിതരും പീഡിതരും, ആൽക്കെമിസ്റ്റ്. നമുക്കറിയാം ലെസ് മിസറബിൾസ് എന്ന വിക്ടർ ഹ്യൂഗോയുടെ കൃതിക്ക് പാവങ്ങൾ എന്ന പേരിൽ നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ പരിഭാഷ. അപ്പൊ പാവങ്ങൾ എന്ന കൃതി ശരിക്കും എഴുതിയതാരാണ്? വിക്ടർ ഹ്യൂഗോയാണ് അല്ലെ. വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾസ് എന്ന കൃതിക്ക് നമ്മുടെ നാലപ്പാട്ട് നാരായണ മേനോൻ, ബാലാമണി അമ്മയുടെ മാതുലൻ, അങ്ങനെയുള്ള നാലപ്പാട്ട് നാരായണ മേനോൻ, കണ്ണുനീർ തുള്ളി, വിധുര വിലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന കണ്ണുനീർ തുള്ളി എന്ന വിധുര വിലാപം എന്ന് പറയാൻ കാരണം ഭാര്യ മരിച്ച ദുഃഖത്താൽ നമ്മുടെ നാലപ്പാട്ട് നാരായണ മേനോൻ രചിച്ച കാവ്യമാണ് കണ്ണുനീർ തുള്ളി. ആ കണ്ണുനീർ തുള്ളിയൊക്കെ എഴുതിയ നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്ത കൃതിയാണ് പാവങ്ങൾ. അപ്പൊ ലെസ് മിസറബിൾ ആക്ച്വലി എന്താണ്? വിക്ടർ ഹ്യൂഗോയുടെ കൃതിയാണ്. അതിന് നാലപ്പാട്ട് നാരായണ മേനോൻ നൽകിയ പിന്നെ ട്രാൻസ്ലേഷനാണ് എന്ത്? പാവങ്ങൾ. ഓക്കെ അല്ലേ. കുറ്റവും ശിക്ഷയും ആരുടേതാണ്? റഷ്യൻ റൈറ്ററായിട്ടുള്ള ദസ്തേവിസ്കിയുടേതാണ്. നിന്ദിതരും പീഡിതരും അതുപോലെ തന്നെ ദസ്തേവിസ്കിയുടേതാണ്. ആൽക്കമിസ്റ്റ് നമുക്കറിയാം, പുതിയ പുതിയ മരുപ്പച്ചകൾ തേടി അലയുന്ന ഒരു സഞ്ചാരിയുടെ കഥ പറയുന്ന പൗലോ കൊയ്ലോയുടെ കഥയാണ് ആൽക്കമിസ്റ്റ്, കൃതിയാണ് ആൽക്കമിസ്റ്റ്. അപ്പോൾ നമ്മൾ 61ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വിക്ടർ ലെസ് മിസറബിൾസ് എന്ന വിശ്വപ്രസിദ്ധ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയുടെ പേരെന്തായിരുന്നു എന്നാണ്. പാവങ്ങളാണ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം നോക്കണേ. ക്രൂരനല്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? അക്രൂരൻ. എന്താണ് ആൻസർ? അക്രൂരനാണ് ആൻസർ. അക്രൂരനാണ് ആൻസർ. ഓക്കെ. അപ്പോൾ രണ്ടാമത്തേൻ്റെ ആൻസർ ക്രൂരനല്ലാത്തവൻ, അക്രൂരൻ. അല്ലെങ്കിൽ തന്നെ അമ്പാടിയിലേക്ക് വീണ്ടും എന്ന ഇടശ്ശേരിയുടെ കവിതയിൽ അക്രൂരനെ കുറിച്ച് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അന്നേരം നിങ്ങൾ വിചാരിക്കുന്നു അയ്യോ ക്രൂരൻ എന്നൊക്കെ കഥാപാത്രത്തിന് പേരിടോ ഇടശ്ശേരി. പക്ഷെ അക്രൂരനാണ്. അക്രൂരൻ എന്ന് പറഞ്ഞാൽ ഒട്ടും ക്രൂര സ്വഭാവമില്ലാത്തയാൾ. പായുക പായുക കുതിരകളെ പരമാത്മാവിൻ്റെ രതിലെ സുദീർഘവീതിയിൽ നയിക്ക നീളെ സുഖിത സ്വപ്നം പോലെ. ആ കവിതയൊക്കെ ഉള്ളത് ഇടശ്ശേരിയുടെ അമ്പാടിയിലേക്ക് വീണ്ടും. അമ്പാടിയിലേക്ക് വീണ്ടും എന്ന കവിത എഴുതിയതാരാണ്? ഇടശ്ശേരി. എനിക്കു രസമേ നിന്നോന്നതമാം വഴിക്കുതേരുരുൾ വായിക്കാൻ, ഇതേതിരുൾ കുഴിമേലുരുളട്ടെ വിടില്ല ഞാനീ രശ്മികളെ. ഇതാരുടേതാം? ഇടശ്ശേരിയുടെ അമ്പാടിയിലേക്ക് വീണ്ടും. അതിലൊരു കഥാപാത്രം കൂടി ആയിരുന്നു അക്രൂരൻ. പക്ഷെ നമുക്കിവിടെ വൊക്കാബുലറി ചോദ്യമാണ്. ക്രൂരനല്ലാത്തവൻ എന്നതിൻ്റെ ഒറ്റപ്പദം അക്രൂരൻ. ഞാൻ അക്രൂര, നിങ്ങളും അക്രൂരന്മാരും അക്രൂരകൾ. നമ്മളിൽ ക്രൂര സ്വഭാവമൊന്നുമില്ല, സാത്വിക ഭാവമല്ലേ. യെസ്. ഇനി ദുർഗ്രഹം എന്ന പദത്തിൻ്റെ വിപരീതം ഗ്രഹിക്കാൻ ഭയങ്കര പ്രയാസം. ഇപ്പോൾ മലയാളമൊക്കെ സുഗ്രഹമാണ് അല്ലേ. എന്താണ്? സുഗ്രഹം. സുഗ്രഹം. ഓപ്ഷൻ ബി സുഗ്രഹം. മലയാളമൊക്കെ നമുക്ക് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റും. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ക്ലാസ് ആണെങ്കിൽ കുറച്ച് ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ദുർഗ്രഹം എന്നതിൻ്റെ നേരെ വിപരീതം സുഗ്രഹമാണ്. ഓപ്ഷൻ ബി സുഗ്രഹം. ഓക്കെ അല്ലേ. യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം പത്നിയോടൊപ്പം ഇന്ത്യയിൽ എത്തിച്ചേർന്നു. വാക്യം ശരിയാകാൻ ഒഴിവാക്കേണ്ട പദം ഏത്? പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് വരുമ്പോൾ വല്ലുവിൻ്റെയും പത്നിയെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റുമോ? അത് പിന്നെ കേസാവൂലേ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പത്നിയോടൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ നമ്മളങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം സ്വന്തം ഭാര്യയാണെന്ന്. അല്ലാതെ വല്ലവരുടെയും ഭാര്യയെ വിളിച്ചുകൊണ്ട് വരാനൊന്നും അമേരിക്കൻ പ്രസിഡന്റിനാവില്ല.
പത്നിയോടൊപ്പം എന്ന്, അല്ലെങ്കിൽ പിന്നെ സുഹൃത്തെന്നോ മറ്റോ പറയണമായിരുന്നു ആരെങ്കിലും കൂടെ വന്നെങ്കിൽ. അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് സ്വന്തം പത്നിയോടൊപ്പം എന്നുള്ളതിൽ പത്നി ഉണ്ടെങ്കിൽ പിന്നെ അവിടെ സ്വന്തം വേണ്ട. മിടുക്കർ എന്ന പദം താഴെ പറയുന്ന ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? മിടുക്കർ, മിടുക്കൻ ഏകവചനം, മിടുക്കന്മാർ സലിംഗ ബഹുവചനം, മിടുക്കികൾ സലിംഗ ബഹുവചനം, മിടുക്കർ അലിംഗ ബഹുവചനം. കാരണം നമുക്ക് ലിംഗം തിരിച്ചറിയാനാകുന്നില്ലല്ലോ മക്കളെ, അല്ലേ? മിടുക്കർ എന്ന് പറയുമ്പോൾ അത് ആൺമിടുക്കന്മാരും ആവാം പെൺമിടുക്കികളാവാം, അവരുടെ ഒരു ഗ്രൂപ്പാണ് മിടുക്കർ. സെറ്റാണേ. മുഖം എന്നതിൻ്റെ പര്യായമല്ലാത്തത് വദനാംബുജം വാടി. മറ്റേ മാമ്പഴം കവിതയിൽ അമ്മ കുഞ്ഞിനെ അടിക്കുമ്പോൾ വദനാംബുജം വാടി, മുഖമാകുന്ന താമര, അല്ലേ? ആ കുഞ്ഞിൻ്റെ മുഖത്തെ താമരയോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പം മുഖം എന്നതിൻ്റെ പര്യായം ആസ്യം, വദനം, വക്ത്രം, അങ്കുരം. ഇവിടെ അങ്കുരം, പല്ലങ്കുരിച്ചു തുടങ്ങുക, അങ്കുരം മുള എന്നാണ്, മുട്ട്, മുട്ട് അങ്കുരിക്കുക, മുള കൊട്ടുക. അപ്പം ആസ്യം, വദനം, വക്ത്രം. അപ്പോൾ ആരെങ്കിലുമൊക്കെ മുഖം വീർപ്പിച്ചിരിക്കണം, നിങ്ങൾ ചോദിക്കണം എന്താടി ഇങ്ങനെ വക്ത്രം വീർപ്പിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആനദാസ്യം എന്നൊരു ചൊല്ലുണ്ട്, ആനദാസ്യം. മുഖം ഇങ്ങനെ കുനിച്ചിരിക്കുന്നതിനാണ് ആനദാസ്യം എന്ന് പറയുന്നത്. ഓക്കെ. കാള പെറ്റെന്ന് കേട്ട് കയറെടുക്കുക. എക്സാം ഹാളിൽ നമ്മളെ മക്കൾ ചെയ്യുന്ന കാര്യമാണ്. വാരി എന്ന് കേട്ടാൽ വാരിധിയുടെ ആൻസർ ചെയ്യും. ഇനി വാരിജം എന്ന് കേട്ടാൽ വാരിതം ആൻസർ ചെയ്യും. അംബുജം എന്ന് കേട്ടാൽ അംബുദത്തിൻ്റെ ആൻസർ ചെയ്യും. ഇങ്ങനെ കാള പെറ്റെന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കുന്ന കുറച്ച് പേരുണ്ട്. അതിൻ്റെ കാര്യം അറിയാതെ ചാടിപ്പുറപ്പെടുക. എന്താണ് അവിടെ? കാര്യം അറിയാതെ ചാടി പുറപ്പെടുക. കാര്യം അറിയാതെ കയറെടുക്കുകയല്ല, കാര്യം വളരെ പെട്ടെന്ന് ചെയ്യലുമല്ല, കാര്യം അറിഞ്ഞ് പ്രവർത്തിക്കലുമല്ല, കാര്യം അറിയാതെ അങ്ങ് ചാടി പൊട്ടോളും. നമ്മൾ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഞാൻ ആത്മജൻ്റെ അടുത്ത് പറയേണ്ട ഒന്ന് കടയിൽ പോയിട്ട് വേണം പറയുന്നതിനിടയ്ക്ക് ഇവ എന്ത് ചെയ്യും? ബൈക്കും സ്റ്റാർട്ട് ചെയ്ത് നിന്നിട്ട് എൻ്റെ നിന്ന് സഞ്ചി വാങ്ങിച്ചിട്ട് ഗേറ്റ് കിടക്കും. ഞാൻ ചോദിക്കും നീ എവിടെയാണ് പോകുന്നത്? അല്ല എന്നോട് എന്തോ കടയിൽ പോകാൻ പറഞ്ഞില്ലേ? ശരി, നീ എന്താ വാങ്ങാൻ പോകുന്നേ? അത് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ കാര്യം അറിയാതെ അല്ലെങ്കിൽ കാള പറ്റുന്ന കേൾക്കുമ്പോൾ കയറെടുക്കുക സ്വഭാവം വേറെ വൃത്തിയായിട്ട സ്വഭാവമാണ്. മര്യാദയ്ക്കിരുന്ന് ക്വസ്റ്റ്യൻ വായിച്ച് പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ആൻസർ ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ മറ്റേ യോധ സിനിമയിൽ പറയണ പോലെ ദേ വന്നു നിൻ്റെ മോൻ തോറ്റു തുന്നം പാടി അങ്ങനെ പറയേണ്ടി വരും. സോ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കാം. കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കണ്ട. കയറെന്തിനാ? കാളക്കുട്ടിയെ പിടിച്ച് കെട്ടാൻ. കാള വെറൂ ലോകത്ത് ഇന്നേവരെയും കാള പ്രസവിച്ചിട്ടില്ല. ഇനി എങ്ങാനും കുറേ കാലം കഴിയുമ്പോൾ പ്രസവിക്കണമെങ്കിലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക. കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കണ്ട. മര്യാദയ്ക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നന്നായിട്ട് ഹൃദിസ്ഥമാക്കി മാത്രം ആൻസർ ചെയ്യുക. കേട്ടല്ലോ? യെസ്. 68ാമത്തെ ചോദ്യം. കവി എന്നതിൻ്റെ സ്ത്രീലിംഗം. ഇത് കണ്ട് മടുത്തു. കവി, ക, ബ, ഈ പക്ഷെ എന്നാലും നമുക്ക് മടുപ്പൊന്നുമില്ല. ഇത് തന്നെ ഇടട്ടെ, ഒരു മാർക്ക് ഇങ്ങ് കിട്ടാനുള്ള വകുപ്പാണ്. ഇനി പാടുള്ള വല്ല പദങ്ങളും ഇതെങ്ങാനും ക്ലാസ് കണ്ടിട്ട് പാടുള്ള പദങ്ങൾ എടുത്തുകൊണ്ട് വരാതെ ദേവി ഇത് PSC കവയിത്രി തന്നെ ഇടണേ. താഴെ പറയുന്നവയിൽ ശരിയായ രൂപം നമ്മൾ തന്നെ വീട്ടിൽ പറയും. ഞാൻ പറയും രാത്രി എനിക്ക് രാവിലെ തൊട്ട് വൈകിട്ട് 7 മണി വരെ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. 6 to 7 നമ്മുടെ ആർക്കായിരുന്നു? നമ്മുടെ HSST മക്കൾക്കായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് വീഡിയോ ചെയ്യണ്ടേ, നമ്മളെ വേറെ പുറത്ത് കാത്തിരിക്കുന്ന കുറേ മക്കളുണ്ട്. അപ്പോൾ അവർക്ക് വീഡിയോ ചെയ്ത് അപ്പോഴേക്കും അവിടെ വിളി തുടങ്ങി, സൂപ്പ് കൊണ്ടുവാ. അപ്പോഴേക്കും സ്വസ്ഥത തരുമോ? എനിക്കൊരൽപ്പം സ്വസ്ഥത തരുമോ? പക്ഷെ സ്വസ്ഥത എന്നെനിക്ക് ചോദിക്കണമെങ്കിൽ അത് എഴുതാൻ അറിയണ്ടേ. കണ്ടോ? രഥത്തിൻ്റെ ഥ. ഞാൻ ചോദിക്കുമ്പോൾ കുറച്ച് കടുപ്പിച്ച് ചോദിക്കും, എനിക്കല്പം സ്വസ്ഥത തരുമോ? അങ്ങനെയല്ല, എനിക്കല്പം സ്വസ്ഥത തരുമോ? ഥ, കഥയുടെ ഥ. സ്വസ്ഥത മുഴങ്ങണം, സ്വസ്ഥത. ഇനി ഇതും PSCയുടെ ഒരു റിപ്പീറ്റഡ് PYQആണ്. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ശ്ലോകത്തിൽ കഴിക്കുക, ശ്ലോകം ചൊല്ലുകയും ഏറ്റുപറയുകയും ഒന്നുമല്ല, ചുരുക്കി പറയുക. പറയാനുള്ള കാര്യം മര്യാദയ്ക്ക് ശ്ലോകത്തിൽ പറഞ്ഞിട്ട് പൊക്കോ കുർവി. പിള്ളേരും ചിലപ്പോൾ ക്ലാസ്സിൽ ഞാനിങ്ങനെ വായാടി ആയതുകൊണ്ട് അലച്ചുകൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേർ പറയും ഒന്ന് ശ്ലോകത്തിൽ കഴിക്കുക കുർവി, പെട്ടെന്ന് പറയാനുള്ള കാര്യം ചുരുക്കി പറയേ. അങ്ങനെയായാൽ നമ്മളെ കുട്ടികളുടെ ടെൻഷൻ മാറില്ലല്ലോ. അതിനല്ലേ ഈ വായാടിത്തരമൊക്കെ കാണിക്കുന്നത്. ടെൻഷൻ അടിച്ചിരിക്കുന്ന മക്കളുടെ ടെൻഷൻ കുറയ്ക്കുക കൂടിയുണ്ട് ലക്ഷ്യം. ശരിയായ പദചേർച്ച. ചുള്ളിക്കമ്പാണ് വേണ്ടത്. അത് നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയാം. ദ്വിത്വസന്ധിയുടെ ഒരു സിമ്പിൾ റൂളാണ്. ചുള്ളി അധികം കമ്പ്, ചുള്ളിക്കമ്പ്. മുട്ടതല, മുട്ടത്തല.
കൊന്ന തെങ്ങ് കൊന്ന തെങ്ങ്, മുട്ട കറി മുട്ടക്കറി. അത് പറഞ്ഞപ്പോഴാണ് ചപ്പാത്തി മുട്ടക്കറിയും കൂടി ഉണ്ടാക്കണം. മുട്ട കറി മുട്ടക്കറി, ദുത്വം ദുത്വം ദുത്വം. ഇനി താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റില്ലാത്ത പദം. അതിഥി ഇങ്ങനെയല്ല, അതിഥി ഇങ്ങനെയല്ല. യെസ്, നമ്മൾ അതിഥി ഇങ്ങനെയൊന്നും അല്ല, നമ്മൾ അതിഥി ഇതാണ്. സി, ഓപ്ഷൻ സി. അതിഥി, തിഥി നോക്കാതെ വരുന്നവൻ, മുഹൂർത്തം നോക്കാതെ വരുന്നവരെയാണ് അതിഥി എന്ന് പറയുന്നത്. ശരി തന്നെ, നമ്മൾ അവസ്ഥയൊന്നും നോക്കാതെ ഗസ്റ്റുകൾ വരും. വെൻ ഇൻ റോം ബി എ റോമൻ എന്നതിൻ്റെ സമാനമായ മലയാളം ചൊല്ല്. റോമാ നഗരം കത്തിയെരിയുമ്പോൾ വീണ വായിക്കുക. ചേരെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നുക. അത് തന്നെയാണ് ആൻസർ. ചേരെ തിന്നുന്ന നാട്ടിൽ പോയാൽ നടുക്കണ്ടം തിന്നണം. അതായത് നമ്മൾ ഏതൊരു സാഹചര്യത്തിലായാലും ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടണം. നമ്മൾ മക്കളോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, നമ്മളെ സാഹചര്യം ഏതാണോ അതിനനുസരിച്ച് പെരുമാറുക. നാടോടുമ്പോൾ നടുവേ ഓടണം. ചേരി തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടു കഷ്ണം തിന്നും. വെൻ യു ആർ ഇൻ റോം ഡു ആസ് എ റോമൻസ് ഡു. നമ്മൾ റോമിലാണെങ്കിൽ റോമാക്കാരെ പോലെ ആവണം, അല്ലേ? അല്ലെങ്കിൽ സർവൈവൽ പ്രയാസമായിരിക്കും. നമ്മൾ എവിടെ ചെന്നാലും ദ സർവൈവൽ ഓഫ് എക്സിസ്റ്റൻസ്, നിലനിൽപ്പിൻ്റെ ഒരു ഇതുണ്ട്. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പെരുമാറണം. യെസ്. അടുത്ത സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ്സു നിർമ്മിച്ച വിശിഷ്ട വസ്തു. ഇതിൽ നാഗം എന്ന പദത്തിന് സമാനമായ പദം ഏത്? ഈ വരികൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഈ ഒരു ഭൂമിയെ നരകമാക്കാൻ സ്വർഗമാക്കാൻ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. അപ്പം നാഗം സ്വർഗമാണ്. നമ്മുടെ ക്ഷോണിയെ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തുവാണ് എന്ത്? സ്വർഗം. സുഖം സുഖം ക്ഷോണിയെ നാഗമാക്കാൻ വേദസ് നിർമ്മിച്ച വിശിഷ്ട വസ്തു. അപ്പം സുഖം ആണ് മനുഷ്യൻ നമ്മൾക്ക് ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റുന്നത്. ഉള്ളൂരിൻ്റെ പ്രേമസംഗീതത്തിലും പറയുന്നുണ്ട്, അല്ലേ? നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. നാഗം സ്വർഗം, നാഗം ഉണ്ട്, അത് നരകം, അത് പാമ്പ്. നാക്കം കാക്കയുടെ കായാണെങ്കിൽ സ്വർഗം. സോറി കേട്ടാ, ഞാൻ നരകമെന്ന് ഇപ്പോൾ പറഞ്ഞു. നാഗം സ്വർഗം, നാഗം പാമ്പ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ തോണി തുഴയാൻ തുടങ്ങി. അടിവരയിട്ട പദം തുഴയാൻ. ആഗമസന്ധി കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം തുഴ അധികം ആനാണ് തുഴയാൻ. ഓക്കെ അല്ലേ? തുഴ ആനാണ് തുഴയാൻ. അശ്വത്ഥാമാവപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടുകൂടി ഇരുന്നരുളുകയായിരുന്നു. ഭാഗീരഥി കച്ചം ഘടകപദമാക്കുക. ഭാഗീരഥി എന്ന് പറഞ്ഞാൽ ഗംഗാനദി, കച്ചം തീരം. പലവട്ടം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിലും അതുപോലെ ക്ലാസ്സിലും ഒക്കെ. ഭാഗീരഥി ആരാണ്? ഭാഗീരഥി ഗംഗാനദി. അപ്പം ഗംഗാനദിയുടെ എന്ന് പറയണ്ടേ, ഗംഗാനദി ആകുന്നതല്ലല്ലോ, ഗംഗാനദിയുടെ കച്ചം, ഭാഗീരഥിയുടെ കച്ചം എന്ന് പറയണം. ഓണവും പൂവും മറന്ന മലയാള നാടിങ്ങ് ഖിന്ന ഞാൻ നോക്കി നിൽപ്പു. അടിവരയിട്ട പദം ഏതിനെ സൂചിപ്പിക്കുന്നു? പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം ഇവയൊന്നുമല്ല. ഖിന്നൻ, ദുഃഖിതൻ. പരീക്ഷ പാടായിരുന്ന കൃപേഷ് ഖിന്നനായി കാണപ്പെട്ടു. കൃപേഷ് ഖിന്നനാവാൻ കാരണം അവന് പരീക്ഷ പാടായതുകൊണ്ടാണ്. ഖിന്നനല്ല, ഖിന്നൻ പുല്ലിംഗമാണ്. എന്നാൽ പരീക്ഷ പാടായിരുന്ന എളുപ്പമായിരുന്ന അനറ്റ് വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു, അല്ലേ? എന്നാൽ പരീക്ഷ പാടായിരുന്ന അനു ഖിന്നയായി കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് സ്ത്രീലിംഗമാണ്. ഖിന്നൻ പുല്ലിംഗം, ഖിന്ന സ്ത്രീലിംഗം. ഖിന്നം എന്ന വാക്കിൻ്റെ അർത്ഥം ദുഃഖം, വിഷമം. അപ്പം ഇവിടെ ഖിന്ന സ്ത്രീലിംഗമാണ്, അല്ലേ? ഖിന്ന എന്താണ്? സ്ത്രീലിംഗമാണ്. കൈകൾ കോർത്തു പിടിച്ചതും പിന്നെ പേടി തീരും വണ്ണം മാർത്താണ്ഡനും ഉദിച്ചതും മറന്നില്ലല്ലേ. യെസ്, മാർത്താണ്ഡൻ, ഇനൻ, വചൻ, ആദിത്യൻ, അർക്കൻ, അരുണൻ, കർമ്മസാക്ഷി ഒക്കെ സൂര്യൻ്റെ പര്യായമാണ്. അപ്പോൾ രവി, ഇപ്പോൾ പരീക്ഷയ്ക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. രവി സൂര്യൻ, കലാധരൻ ചന്ദ്രൻ. അജഗജാന്തരം എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് വലിപ്പച്ചെറുപ്പം തമ്മിലുള്ള അന്തരം, സന്തോഷവും സങ്കടവും, ഉയർന്ന ചിന്താഗതി, മൃഗക്കൂട്ടം. നമുക്കറിയാം വലിപ്പച്ചെറുപ്പം തമ്മിലുള്ള അന്തരമാണ് അജഗജാന്തരം. ആനയും ആടും പോലുള്ള വ്യത്യാസം.
തക്ക സമയത്ത് ചെയ്യുക എന്ന അർത്ഥം വരുന്ന ചൊല്ല്. നമ്മളെപ്പോഴും, ഞാനാണെങ്കിൽ എപ്പോഴും കുട്ടികളുടെ അടുത്ത് മക്കളെ കാറ്റുള്ളപ്പോൾ പാറ്റണേ, ഇത് 2021 ചോദ്യമാണ്. കാറ്റുള്ളപ്പോൾ പാറ്റണേ, ബീറ്റ് ദ അയൺ വെൻ ഇറ്റ് ഈസ് ഹോട്ട്, മേക്ക് ഹേ വൈൽ ദ സൺഷൈൻസ്, വെയിലുള്ളപ്പോൾ വാക്യങ്ങൾ ഉണക്കണം, കാറ്റുള്ളപ്പോൾ പാറ്റണം. ഇപ്പം അനുകൂല സാഹചര്യമാണ്. സൈലത്തിലെയും പിന്നെ സൈലത്തിലെ എല്ലാ അധ്യാപകരും പിന്നെ ഗുരുവിയൊക്കെ ഒപ്പം കൂടെയുണ്ട്. സോ ഒപ്പം കൂടെയുണ്ട് പദപൗനരുക്ത്യം. അപ്പോൾ സൈലത്തിലെ അധ്യാപകരും ഗുരുവിയും കൂടെയുണ്ട്, അല്ലെങ്കിൽ ഒപ്പമുണ്ട്. സോ കാറ്റുണ്ട്. ഇപ്പം അങ്ങോട്ട് പാറ്റി തള്ളിക്കോണം. കതിര് വേറെ പതിര് വേറെ. പതിര് നമ്മുടെ നെഗറ്റീവ് അടിക്കുന്ന പിന്നെ മാർക്കും തെറ്റിപ്പോകുന്നതും. കതിര് നമ്മുടെ ശരി ആൻസർ. അപ്പം ഇപ്പം നമുക്ക് കാറ്റുണ്ട്, നല്ല പാറ്റിക്കോണം. ഇനി നോക്കാം. നീതിയെ സംബന്ധിക്കുന്നതെന്ന അർത്ഥം വരുന്ന പദമാണ് നൈതികം. എന്താണ്? നൈതികം. നീതിയെ സംബന്ധിക്കുന്നത് നൈതികം, നീതിയുള്ള. അപ്പം നമ്മൾക്ക് പറയാം, നൈതികമായ പ്രവൃത്തി ചെയ്യൂ, നീതിയുള്ള കാര്യം ചെയ്യൂ. ധനാശി പാടുക എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ്. ധനാശി പാടുകയും ഭരതവാക്യം ചൊല്ലുകയും ഒക്കെ നമുക്കറിയാവുന്ന കാര്യം. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. എനിക്ക് 10 തേങ്ങകൾ വേണം. തേങ്ങ തരാം, പക്ഷെ വൊക്കാബുലറിയിൽ തെറ്റിക്കരുത്. എനിക്ക് 10 തേങ്ങ വേണം. എനിക്ക് 10 തേങ്ങകളാണ് വേണ്ടത്. എനിക്ക് 10 തേങ്ങകളോളം വേണം. പിന്നെ എനിക്ക് 10 തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ 10 അല്ല 20 തേങ്ങ വേണമെങ്കിലും തരാം. ഓക്കേ. ഉന്നമ്രം, ഉയർന്ന മുഖത്തോടു കൂടിയത്. ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുന്നത് നമ്മൾ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഉദുനമ്രം എന്നാണ് പിരിച്ചെഴുതുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ആമയുടെ പര്യായമായി വരുന്ന പദമേത്? ആമ കച്ചപമാണ്. എന്താണ്? കച്ചപം. മരാളം, അരയന്നം. മണ്ടൂകം, തവള. കൂപമണ്ടൂകം, പൊട്ടക്കിണറ്റിലെ തവള. ലോകവിവരമില്ലാത്തവൻ. മേഷം, ആടാണ്. അപ്പോൾ ഇവിടെ ആമ കച്ചപമാണ്. ആമയ്ക്ക് കച്ചപമെന്നും കൂർമ്മമെന്നും കമഠം, പൂജ്യണ്ട, കമഠം എന്നൊക്കെ പറയും. ഇഫ് യു വോണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. അതെ, നമുക്ക് പറുദീസ ലഭിക്കണമെങ്കിൽ കല്ലും മുള്ളും ചവിട്ടി കടന്നാലേ നമുക്ക് ആ സ്വർഗത്തിലേക്ക് എത്താൻ പറ്റൂ, അല്ലേ? കുറച്ചേറെ കഷ്ടപ്പാടുകൾ അതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾക്ക് സൂര്യനാകണമെങ്കിൽ നിങ്ങൾ സ്വയം കത്തിജ്വലിക്കണം. നിങ്ങൾ സൂര്യനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വയം തിളങ്ങണം. നിങ്ങൾക്ക് സൂര്യനാവാനും കത്തിജ്വലിക്കാനും കഴിയും. നിങ്ങൾക്കൊരു സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കുക. യെസ്, ഇഫ് യു വോണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ, ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. അപ്പോൾ അവിടെ നമ്മളൊന്ന് വായിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഡി ആയിരുന്നു ആൻസർ, അല്ലേ? യെസ്, അവിടെ ഒരു വലിയൊരു കൺഫ്യൂഷൻ്റെ ആവശ്യം ഇല്ല. ഫസ്റ്റ് എന്നൊക്കെ പറയുന്നതുകൊണ്ട് ആദ്യം കൂടി അതിൽ കയറി വരും. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബഹുവചനത്തെ സൂചിപ്പിക്കാത്ത പദമേത്? അധ്യാപകർ ഒരു കൂട്ടം ടീച്ചേഴ്സ് അല്ലേ? കവികൾ ഒരു കൂട്ടം കവികളല്ലേ? സ്വാമികൾ ശിഷ്യന്മാരും ഒരു കൂട്ടമാണ്. പക്ഷെ സ്വാമികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ത്യാഗരാജ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ ഒരാളെയും ഏകവചനത്തോടൊപ്പം കള്ളെന്ന ബഹുവചന പ്രത്യയം ചേർത്ത് പൂജക ബഹുവചനമായി കവികൾ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ബഹുവചനത്തെ സൂചിപ്പിക്കാത്തത് സി. അപരജൻ എന്ന പദത്തിൻ്റെ വിപരീതം അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ. അഗ്രത്തിലിരിക്കുന്നവൻ, ഏറ്റവും മുകളിലുള്ളവൻ, ജ്യേഷ്ഠൻ. നമ്മൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പം പറയത്തില്ലേ, ഇതാണ് എൻ്റെ മൂത്ത മോൻ. അപ്പോൾ എന്നിട്ട് മോളിറങ്ങി വരുമ്പോൾ ഞാൻ പറയും, ഇത് മൂക്കാത്ത മോള്, അത് മൂത്ത മോനും ഇത് മൂക്കാത്ത മോളും എന്ന് പറയും. ശരിക്കും മൂത്തത് അഗ്രതി ഇരിക്കുന്നത് അഗ്രജൻ, താഴെയുള്ളത് അപരജൻ, അനുജൻ എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദമേത്? ഉദ്ഗ്രഥിതം. ഉദ്ഗ്രഥിതം ശ്രദ്ധിക്കണം. ദയുടെ ദായും വരണം, കഥയുടെ ധായും വരണം. ഉദ്ഗ്രഥിതം എന്ന് പറഞ്ഞാൽ ഉദ്ഗ്രഥിത സമീപനം, ഉദ്ഗ്രഥനം, ഉദ്ഗ്രഥിതം, കൺക്ലൂഡഡ്, ഏകോപിപ്പിച്ചത് എന്നൊക്കെയുള്ള അർത്ഥം. ഭഗിനി എന്ന പദത്തിൻ്റെ പുല്ലിംഗ രൂപം. ഭഗിനി, ദാഹിക്കുന്നു ഭഗിനി കൃപാരസ, മോഹനം കുളിർ തണ്ണീരേതാശു നീ. ചണ്ടാല ഭിക്ഷുകിൽ ബുദ്ധ ഭിക്ഷു ചണ്ടാല സ്ത്രീയോട് പറയുന്നുണ്ട്, അല്ലയോ സഹോദരി, എനിക്ക് കുറച്ച് വെള്ളം തരൂ. ഈ ഭഗിനി തന്നിട്ട് ഭാഗിനേയൻ കാണുമ്പോൾ പെട്ടെന്ന് ആ വഴിക്ക് പോകും. ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ സഹോദരിയുടെ പുത്രനാണ്, ഭഗിനി എന്ന് പറഞ്ഞാൽ സഹോദരിയാണ്. അപ്പോൾ ഭഗിനിയുടെ പുല്ലിംഗ രൂപം ഭ്രാതാവാണ്. വീട്ടിൽ അനിയനോ ജ്യേഷ്ഠനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇനി തൊട്ട് എടാ പോടാ സനൂപേ അനൂപേ കണ്ണാ ഉണ്ണി നിന്ന് വിളിക്കണ്ട. അല്ലയോ ഭ്രാതാവേ,
നിങ്ങൾക്ക് പാനീയം എന്തെങ്കിലും കുടിക്കാൻ വേണോ? അതിനുള്ള പിപാസയുണ്ടോ? പിപാസ ദാഹം. ഭ്രാതാവ്. അപ്പോൾ ഭ്രാതാവ് തിരിച്ച് ചോദിക്കണം, ഇനി നിങ്ങൾ ആൺകുട്ടിയാണ് വീട്ടിലുണ്ടെങ്കിൽ, ഭഗിനി എനിക്ക് നല്ല പിപാസയുണ്ട്, ഒരു ഗ്ലാസ് പാനീയം തരുമോ എന്ന് ചോദിക്കണം. ഗ്ലാസ് ഇംഗ്ലീഷൊക്കെ കിടന്നോട്ടെ. അപ്പോൾ ഒരു ഗ്ലാസ് പാനീയം തരുമോ? പണ്ട് നമ്മൾ മഹാഭാരതമൊക്കെ ടി വിയിൽ കണ്ടിട്ട് ഞാനിങ്ങനെ അമ്മുമ്മ അവിടെ ഇരുന്ന് ഓലമെടയുമായിരുന്നു. അമ്മുമ്മയ്ക്ക് പണ്ട് ഓലമെടച്ചിലുണ്ട്. നമ്മളെ വീട്ടിലെ ഈ ഓലയൊക്കെ താഴെ വീഴുമ്പം അമ്മാമ്മ ഇതെടുത്ത് എന്ത് ചെയ്യുമെന്നറിയാമോ, ഇങ്ങനെ കയറിയിട്ട് പിന്നെ വീടിനടുത്തൊരു കൈത്തോടുണ്ട്. ഈ കൈത്തോടിനടുത്തൊരു കൈതമരമൊക്കെ ഉണ്ട്. ഈ കൈതയിൽ നിറച്ച് രാത്രിയാകുമ്പോൾ താഴമ്പൂവ് വളർന്നിക്കും. താഴമ്പൂവ് വരും. താഴമ്പൂവ് വരുമ്പോൾ യക്ഷിണിയുടെ സാന്നിധ്യം ഉണ്ടെന്നൊക്കെ അമ്മൂമ്മ പറഞ്ഞ് പേടിപ്പിച്ച് വയ്ക്കും. എങ്കിലും അമ്മൂമ്മ ഇങ്ങനെ ഓല മെടഞ്ഞിട്ട്, ഈ ഓലയായിട്ട് വിറ്റ കാശ് കിട്ടില്ലല്ലോ, ഓല മെടഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും. അപ്പോൾ ഈ അന്നൊക്കെ വീടുകളെല്ലാം ഓല കൊണ്ടുണ്ടാക്കിയ, ഓല മേഞ്ഞിട്ടുള്ള വീടാണ്. അപ്പോൾ അമ്മൂമ്മ ഇങ്ങനെ രാവിലെ മുതലേ ഓലയെല്ലാം പറമ്പിലൊക്കെ പോയി, നമ്മളെ പറമ്പിൽ മാത്രമല്ല അപ്പുറത്തെ വീട്ടിൽ വലിയൊരു ജന്മി ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത്. ജന്മിയുടെ പറമ്പിൽ വീഴുന്ന ഓലയെല്ലാം അമ്മൂമ്മ എടുക്കും. അമ്മൂമ്മ എടുത്തിട്ട് ഇങ്ങനെ കീറി കൈത്തോട്ടി കൊണ്ടിട്ടിട്ട് കല്ലൊക്കെ അതിൻ്റെ പുറത്ത് വെച്ച് ഇതിനെ, നമ്മളെ കുട്ടിക്കാലമൊക്കെ ഇതൊക്കെ കണ്ട കാഴ്ച. എന്നിട്ട് അമ്മൂമ്മ ഇങ്ങനെ എന്ത് ചെയ്യും, രാവിലെ മുതൽ വൈകിട്ട് വരെ ഓല മെടഞ്ഞു അടുക്കി വെച്ചിട്ട് ആളുകൾ വീടിങ്ങനെ ഓല മേയ സമയം അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും പൈസ കൊടുത്ത് ഈ ഓല മേടിക്കും. അപ്പം അമ്മൂമ്മയ്ക്ക് പൈസ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അമ്മൂമ്മ നമുക്ക് നല്ല പാവാട, ഉടുപ്പ് ഇതൊക്കെ മേടിച്ച് തരും. അന്ന് പഞ്ഞകാലമല്ലേ, ഭയങ്കര കഷ്ടപ്പാടൊക്കെ ഉള്ള സമയമാണ്. നല്ല അധ്വാനിച്ചാലേ അന്ന് പൈസയൊക്കെ കിട്ടും. അങ്ങനത്തെ ഒരു കാലം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടല്ലോ, ഈ അമ്മുമ്മ ഇങ്ങനെ ജോലി എപ്പോഴും ചെയ്യുമ്പം ഇപ്പം ഞാൻ ആലോചിക്കും, ഈ ഒറ്റപ്പദമൊക്കെ പഠിപ്പിക്കുമ്പം, അതായത് എപ്പോഴും ഇങ്ങനെ ജോലി ചെയ്യും, 24 hours ജോലി ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് ചികീർഷു. അങ്ങനെ എൻ്റെ പാവം പാറുക്കുട്ടി അമ്മ ചികീർഷു ആയിരുന്നു. എൻ്റെ പാറുക്കുട്ടി അമ്മൂമ്മ പണ്ടേ മരിച്ചു. ഞാനൊരു 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മൂമ്മ മരിച്ചുപോയി. അപ്പോൾ അമ്മൂമ്മയെ ഞാനിപ്പോൾ പറയും, അമ്മൂമ്മ ഒരു ചികീർഷു ആയിരുന്നു. കാരണം വെളുപ്പിന് ഉണരുന്നു, ഓലയെടുക്കുന്നു, കീറി വെള്ളത്തിലിടുന്നു, പിന്നെ അത് മെടയുന്നു, വിൽക്കുന്നു. ചികീർഷു, എപ്പോഴും പണിയെടുക്കുന്ന, പ്രവൃത്തി ചെയ്യാൻ ഭയങ്കരമായിട്ട് താല്പര്യമുള്ള ആൾക്കാരെ നമ്മൾ പറയും ചികീർഷു. അങ്ങനെ പാറുക്കുട്ടി അമ്മൂമ്മയെ ഒരു ചികീർഷു ആയിരുന്നു. നമ്മളും ആകണം, മടി പിടിച്ചിരിക്കരുത്. എപ്പോഴും ജോലി ചെയ്യുന്നത് നല്ലതാണ്. ശരീരത്തിനും മനസ്സിനും മറ്റു ചിന്തകൾക്കൊന്നും ഇടം നൽകില്ല. അപ്പോൾ അതിനെയാണ് ചികീർഷു എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ 2 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് പരിചയപ്പെട്ടത്. നാളെ നമുക്ക് അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, ടാറ്റാ. അപ്പോൾ ഇത്രയും നന്നായിട്ടൊന്ന് പഠിക്കണേ. ബൈ. ഓക്കെ.